ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റുള്ള വളരെയേറെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അവൽ ഹൽവ. നല്ല സോഫ്റ്റ് ഹൽവയാണ്. അപ്പം ചുവന്ന അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2.5 കപ്പ് ചുവന്ന അവൽ. ധാരാളം തവിടുള്ളതാണ് ഈ ചുവന്ന അവലിൽ. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1.5 കപ്പ് ശർക്കര പൊടിച്ചതിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം. ഇതൊന്ന് ഉരുകുന്നതിനായി മാറ്റി വയ്ക്കാം. ഇനി ഒട്ടും എണ്ണമയമില്ലാത്ത ഒരു പാനിൽ ചുവന്ന അവൽ 2.5 കപ്പ് അവൽ ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം നമുക്ക് ഈ 2.5 കപ്പ് അവൽ ഒന്ന് വറുത്തെടുക്കാം. അവൽ വറുത്ത നല്ലൊരു മണം വരും. അപ്പം അവൽ നല്ല മുരുമുരാന്ന് കൈകൊണ്ട് തൊടുമ്പം പൊടിഞ്ഞു പോകുന്ന പോലെയുള്ള ഒരു പരുവത്തിൽ നമുക്കിത് വാങ്ങി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഉരുക്കിയ ശർക്കര നമുക്ക് ഒരു സ്റ്റീൽ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ചായ അരിപ്പയിലൂടെ അരിക്കണം, ഒട്ടും പൊടിയൊന്നും ഇല്ലാതെ. ഇനി ഒരു മിക്സിയുടെ ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങ, ഒരു മീഡിയം തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചിരകിയെടുത്ത് അതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് ഒന്നടിച്ച് നമുക്കിത് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഈ പാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ തേങ്ങാപ്പീര തന്നെ നമ്മൾ വീണ്ടും ആ മിക്സിയുടെ ബൗളിലേക്ക് തന്നെ ഇട്ട് വീണ്ടും 2.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടെ നന്നായി ഒന്ന് അടിച്ചെടുത്ത് വീണ്ടും ഇതൊന്ന് അരിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് പാൽ മുഴുവൻ എടുക്കാം. ഈ പാൽ രണ്ടും കൂടെ ഒരുമിച്ചാക്കാം. ചെറിയ കണ്ണുള്ള അരിപ്പയിലൂടെ നമുക്കിത് വീണ്ടും മുഴുവനൊന്ന് അരിച്ചെടുക്കാം. ഒട്ടും പിശുടില്ലാതെ നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുത്ത് ചുവട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി ഒരു മിക്സിയുടെ ഉണങ്ങിയ ബൗളിലേക്ക് നമുക്ക് വറുത്ത അവൽ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്ന് ഒരു 2 കപ്പും കൂടെ ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പൊടി ഡയറക്റ്റ് തേങ്ങാപ്പാലിലേക്ക് ചേർക്കുമ്പം കട്ടകൾ വരും, അതുകൊണ്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. അരച്ചെടുത്ത് ഇത് വീണ്ടും ആ തേങ്ങാപ്പാലിലേക്ക് തന്നെ ചേർത്ത് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്യാം. ഒരു ബൗളൊന്ന് നെയ്മയം പുരട്ടി വയ്ക്കണം. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലും അവലരച്ചതും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിച്ച് കഴിയുമ്പോഴത്തേക്ക് അടുപ്പിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം. തുടരെ ഇളക്കണം. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ച് തന്നെ നമുക്കിത് കുറുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്ത് തുടരെ നമ്മൾ ഇളക്കണം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പം 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും എണ്ണയൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇഷ്ടമില്ലാത്തവർക്കത് ചേർക്കണ്ട. ഇനി ഇതിൽ ചേർക്കാനായിട്ട് വെളുത്ത എള്ളും കുറച്ച് കാഷ്യൂ നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കിത് കുറുക്കിയെടുക്കാം. ഇനി വെളുത്ത എള്ളും കാഷ്യൂ നട്ട്സും നുറുക്കിയതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് നമുക്കിത് തുടരെ ഇളക്കാം. കുറുകി വരുന്നുണ്ട്. ഒരുവിധം ഒന്ന് മുറുക്കമാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് ഒഴിവാക്കാം. ഇതിൽ നിന്ന് തന്നെ എണ്ണ വരും, അതുകൊണ്ട് എണ്ണ ഒട്ടും തന്നെ നമ്മൾ ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. തുടരെ ഇളക്കണം. നന്നായിട്ട് കുറുകി കളറൊക്കെ ഒന്ന് ഡാർക്ക് കളറായി വരുന്നുണ്ട്. നല്ല കറുത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ ഹൽവ തയ്യാറാക്കുമ്പോൾ നല്ല കറുത്ത നിറമായിരിക്കും. ഈ പാനിൽ നിന്ന് ഇത് ഉരുണ്ട് വരുന്നതാണ് ഇതിൻ്റെ പരുവം. വാങ്ങാറാകുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് തന്നെ
എണ്ണ പുറത്തേക്ക് വരും. എനിക്കൊരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഇതിൽ നിന്ന് കിട്ടി. ഒട്ടും എണ്ണ ഇല്ലാതെയാണ് നമ്മൾ തയ്യാറാക്കിയത്. തേങ്ങാപ്പാലിൽ നിന്നും എണ്ണ വേർതിരിഞ്ഞ് വരും. ഇപ്പം ശരിക്കുള്ളൊരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമ്മൾ എണ്ണമയം പുരട്ടിയ ട്രേയിലേക്ക് നമുക്ക് ഇത് ഒഴിക്കാം. കുറച്ച് വെളുത്ത എള്ളും നട്ട്സും ഞാൻ വിതറിയിട്ട് അതിന് മുകളിലാണ് ഞാൻ ഹൽവ നിരത്തിയത്. ഇനി നമുക്കൊരു വാഴയിലയോ വല്ലതും വെച്ച് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് വയ്ക്കാം. നന്നായിട്ടിത് തണുക്കുന്നതിനായി മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ടിത് തണുത്തിട്ടുണ്ട്. പിറ്റേ ദിവസമാണ് ഞാനിത് കട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്കിത് കമിഴ്ത്താം. നല്ല ടേസ്റ്റുള്ള ഹൽവയാണ്. നല്ലൊരു മണവും അപാര രുചിയുമുള്ള വളരെയേറെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.